ബജറ്റിൽ പരിഗണന ലഭിച്ചില്ലെന്ന വിമർശനം ബജറ്റ് ചർച്ചയിലും ഉന്നയിച്ച് CPI. സപ്ലൈകോയെ രക്ഷിക്കാൻ 500 കോടി വകയിരുത്തി പ്രത്യേക പാക്കേജ് വേണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആവശ്യപ്പെട്ടു. സപ്ലൈകോയ്ക്ക് കൂടുതൽ തുക ധനവകുപ്പ് അനുവദിക്കണമെന്നായിരുന്നു PS സുപാലിന്റെയും EK വിജയന്റെയും ആവശ്യം. ബജറ്റിൽ CPIയുടെ വകുപ്പുകൾക്ക് അർഹമായ വിഹിതം ലഭിച്ചില്ലെന്ന വിമർശനം കഴിഞ്ഞ ദിവസം ചേർന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിലും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബജറ്റ് ചർച്ചയിലും CPI അംഗങ്ങൾ വിഷയം ഉന്നയിച്ചത്. സപ്ലൈകോ പ്രതിസന്ധിയിലാണെന്നും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. റവന്യൂ, കൃഷി ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് അധിക നീക്കിയിരിപ്പ് വേണമെന്നും ആവശ്യം. രൂപഭേദം വരുത്തിയതിനാൽ നെൽവയലുകൾ സമയബന്ധിതമായി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രായോഗികമായി സാധ്യമാകാത്ത സ്ഥിതിയാണ് നാളിതുവരെ നിലനിന്നത്. ഈ വിഷയം പരിഹരിക്കുന്നതിനായി ബജറ്റിൽ അനിവാര്യമായ ഒരു തുക റവന്യൂ വകുപ്പിന് വകയിരുത്തിയാൽ അനധികൃത ഭൂപരിവർത്തനം വരുത്തിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടപടി സ്വീകരിച്ച് പ്രസ്തുത തുക പിഴ സഹിതം തിരികെ സർക്കാരിന് വസൂലാക്കാവുന്നതാണ്. സപ്ലൈകോയിൽ പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും EK വിജയനും സപ്ലൈകോയ്ക്ക് കൂടുതൽ പണം നൽകി സഹായിക്കണമെന്ന് PS സുപാലും ആവശ്യപ്പെട്ടു. CPI ഭരിക്കുന്ന വകുപ്പുകൾ ബജറ്റിൽ അതൃപ്തരാണെന്നും ഇക്കാര്യം ഡെപ്യൂട്ടി സ്പീക്കറുടെ വാക്കുകളിൽ വ്യക്തമാണെന്നും രമേശ് ചെന്നിത്തല. CPIയുടെ അതൃപ്തി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നേതൃത്വം തുടങ്ങി. ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് CPIയുടെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം.